ഈ വാതിൽ പുറത്താണ്. ഇത് എൻ്റെ സർവകലാശാലയാണ്. ഇത്രേ ഉള്ളൂ. എനിക്ക് എഴുതാനും വായിക്കാനും ഒക്കെ ഉള്ളൊരു അറ്റ്മോസ്ഫിയർ അത്ര മാത്രമേ ഉള്ളൂ. ഈ ഒരു റൂമിനകത്ത് അത് മാത്രമേ ഉള്ളൂ. ചില കൂട്ടുകാരനൊക്കെ പിന്നെ കളിയാക്കുന്നു, പരിഹസിക്കുന്നു, അതൊക്കെ ശരി തന്നെയാണ്. അതുകൊണ്ട് എനിക്ക് എഴുതുകയോ വായിക്കുകയോ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവം. കവിയല്ല ഞാൻ. ഇത് ഷെല്ലിയുടെ പുസ്തകമാണ്. അദ്ദേഹം കവിയാണ്, പക്ഷേ ഞാൻ കവിയല്ല. അത് ശരിയാണ്. അദ്ദേഹം കവിയല്ല ഞാനെന്ന് പറയുന്നത് കവിതാ പുസ്തകമാണ് അദ്ദേഹം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കവിയല്ല എന്ന് പറയുന്നതായിരിക്കും പിന്നെ ശങ്കരപ്രസാദിൻ്റെ ഇതില്ല. ഇങ്ങനെ ഓരോ വായനയും ഇപ്പോൾ എഴുതാനായിട്ട് പുതിയതായിട്ട് ഇപ്പം പെട്ടെന്നൊന്നും എഴുതാനില്ലാത്തതുകൊണ്ട് അങ്ങനെ ഡ്രൈ ആയിട്ട് കിടക്കുകയാണ് കേട്ടോ ഈ സംഭവം പേപ്പറിൽ. അപ്പം അങ്ങനെ ഇവർ പരിഹസിക്കുന്നത് പോലെയല്ല, കൂട്ടുകാർ പറയുന്നത് പോലെയല്ല. വായനാശീലം അനുസരിച്ചുള്ളതാണ്. പക്ഷേ ഇപ്പോൾ എൻ്റെ 2 ഷെൽഫുണ്ടായിരുന്നു. ഇപ്പോൾ ഒറ്റ ഷെൽഫിലുള്ള പുസ്തകങ്ങൾ ഓരോരുത്തർ വന്നിട്ട് വായിക്കാൻ തരുമോ എന്ന് പറഞ്ഞിട്ട് പുസ്തകം മേടിച്ചുകൊണ്ട് പോകും. അത് പക്ഷേ തിരിച്ചു കിട്ടില്ല. അപ്പം അങ്ങനെ ഒരു സംഭവമുണ്ട് ഇത്. അപ്പം ഇത് പുരസ്കാരങ്ങൾ അത് മറ്റേ സംസ്ഥാന അവാർഡ്, ദേശീയ അവാർഡൊന്നുമല്ല. അത് ഇതുപോലെ ചെറിയ വർക്കുകൾ ചെയ്യുന്നുണ്ടല്ലോ, നാടകങ്ങൾ, ഷോർട്ട് ഫിലിംസ്, മറ്റ് ചെറിയ സംഭവങ്ങൾ ചെയ്യുന്നതിനുള്ള പുരസ്കാരങ്ങളാണ്. അതൊരു പിന്നെ ആക്ടിങ് എന്ന് പറയുന്ന പ്രൊഫസർ എന്നുള്ള ഒരു പ്രൊഫസർ അങ്ങനെ നിൽക്കുകയാണ്. ഒരു 10 പൊലിക എന്ന് പറയുന്ന സംഭവത്തിന് എനിക്ക് ഒത്തിരി പുരസ്കാരം നേടിത്തന്നാണ് പൊലിക എന്ന് പറയുന്ന സംഭവം. പിന്നുള്ളത് ഇത് ഞാൻ ആദ്യം ഈ ഒരു സംഭവം ഞാൻ അതിൻ്റെ ഇതിലേക്ക് വരാം, അതിൻ്റെ പോസ്റ്റിലേക്ക് വരാം. ഇതൊരു ഷോർട്ട് ഫിലിമാണ്. അതിന് കിട്ടിയ ചെറിയ പുരസ്കാരങ്ങളും സർട്ടിഫിക്കറ്റുകളൊക്കെ ഉണ്ട്. ഈ റൂമിനകത്ത് അത്രയേ ഉള്ളൂ. ചെറിയൊരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാൻ വായനയും എഴുത്തോ എന്ത് ഇതായിരുന്നാലും ഈ ഒരു ഇതിനകത്താണ്. എൻ്റെ സർവകലാശാല അവർ പറയുമ്പോൾ എൻ്റെ സർവകലാശാല അത്രയേ ഉള്ളൂ, വേറൊന്നുമില്ല. ഓക്കെ.